ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇത് ഞാൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയൊന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിലൊക്കെ എല്ലാവർക്കും നോർമൽ പീപ്പിളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നാൽ അത്യാവശ്യത്തിൽ കൂടുതൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ബോക്സ് എടുക്കാൻ കാര്യം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ് ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോൾഡ് ഓട്സ് എടുക്കാം. ഞാനിവിടെ നോർമൽ ഓട്സ് എടുക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഓട്സിൻ്റെ അളവ് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു ചെറിയ ബൗൾ അല്ലെങ്കിൽ ഒരു കപ്പ് ഓട്സ്, അതിലേക്ക് ഇനി നമുക്ക് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്രയും പാല് ചേർക്കാം. ഇവിടെ ഞാൻ സാധാരണ നമ്മുടെ ചായക്കൊക്കെ എടുക്കുന്ന മിൽക്ക് എടുത്തിട്ട് തിളപ്പിച്ചാറ്റിയതാണ് ഇവിടെ എടുക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ. നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ വേറെ എന്തെങ്കിലും മിൽക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഇത് നമുക്ക് ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തിക്കാവുമല്ലോ ഓട്സ്. അപ്പോൾ ഇത്തിരി കൂടുതൽ എപ്പോഴും ഓട്സിനേക്കാൾ കുറച്ച് മുന്നേ പാല് നിൽക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ്നെസ്സിന് ഇവിടെ ഞാൻ ഡാബ ഹണിയാണ് യൂസ് ചെയ്യുക. നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഷുഗർ ചേർക്കരുത്. സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹണിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഹണിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഹണി ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് ഹണി ഒന്ന് ഫുൾ മിക്സ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കണ്ടെയ്നർ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം. ഓവർനൈറ്റ് ഫുൾ വെക്കണം. ഫ്രീസറിലേക്കൊന്നുമല്ല, നമ്മൾ നോർമൽ ഒരു മിനിമൽ ടെമ്പറേച്ചറിൽ വേണം വെക്കാനായിട്ട്. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എപ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം, ആ ടൈമായിരിക്കും നമ്മൾ ഈ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മോർണിംഗ് ഈ കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് നോക്കി നന്നായിട്ട് നമ്മുടെ ഓട്സ് ആൻഡ് മിൽക്ക് തിക്കായിട്ടുണ്ട്. ഓട്സ് ഏകദേശം വെന്ത പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ കഴിക്കുന്നത് അതിലേക്ക് ആക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ഉണ്ട്. എന്നാൽ ഇത് നല്ല ഹെൽത്തിയർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ സീഡ്സിൻ്റെ മിക്സ് നമുക്ക് പാക്കറ്റ് കിട്ടും, അതാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ല സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ. ഇവിടെ ഞാൻ പംകിൻ സീഡ്സ്, സീസീം സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ബ്ലാക്ക് ചിയ സീഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് ഞാനിവിടെ ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് ബനാന. എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഓട്സ് മിക്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബനാന. നല്ല വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആളുകളാണ് ഈ ബനാനയ്ക്ക് പകരം ആപ്പിൾ ചേർക്കാം കേട്ടോ. പിന്നെ വെയിറ്റ് ലോസ് അല്ല, ഫ്രൂട്ട്സാണ് ആവശ്യമെങ്കിൽ മാംഗോസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്തിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.